ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. കേന്ദ്ര ബജറ്റിനെ കുറിച്ചൊരു ക്ലാസ് ചെയ്യണമെന്ന് ഒരുപാട് കോളുകൾ മാസ്റ്റർ കിക്ക് വന്നതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കേന്ദ്ര ബജറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. 2026 കേന്ദ്ര ബജറ്റ് ഒറ്റ നോട്ടത്തിൽ 1999 ശേഷം ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത് 2026 ഫെബ്രുവരി 1 കണ്ടോ. അപ്പം 1999 ശേഷം ഏത് ദിവസം ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നാണ്. 2026 ഫെബ്രുവരി 1 1999 ശേഷം ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഇടക്കാല ബജറ്റ് അടക്കം നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ എത്രാമത്തെ ബജറ്റാണ്? 9ാമത്തെ ബജറ്റാണ്. എത്രാമത്തെ ബജറ്റാണ്? 9ാമത്തെ ബജറ്റാണ്. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചവരുടെ പട്ടികയിൽ പി ചിദംബരത്തിനൊപ്പം 2ാം സ്ഥാനത്ത് കണ്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചവരുടെ പട്ടികയിൽ പി ചിദംബരത്തിനൊപ്പം എത്രാം സ്ഥാനത്താണ്? 2ാം സ്ഥാനത്താണ്. ആര്? നിർമ്മല സീതാരാമൻ. ഓക്കെ ആണല്ലോ. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? മൊറാർജി ദേശായി ആണ്. ആരാണ്? മൊറാർജി ദേശായി ആണ്. എത്ര തവണ? 10 തവണ. നിർമ്മല സീതാരാമൻ എത്ര തവണയായി? 9 തവണ. ഓക്കെ ആണല്ലോ. 2017 മുതലാണ് ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ തുടങ്ങിയത് കണ്ടോ. അപ്പൊ 2017 മുതലാണ് ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് ആരംഭിച്ചത്. ഇതിനു മുമ്പ് ഫെബ്രുവരി മാസത്തെ അവസാനത്തെ പ്രവൃത്തി ദിവസമായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനു മുമ്പ് 2026 ബജറ്റിനെ ശ്രദ്ധിക്കുക. 2026 ബജറ്റിനെ ദരിദ്ര പിന്നാക്കം നിൽക്കുന്നവർക്കായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള സർക്കാരിന്റെ സങ്കൽപ്പ് എന്ന പദ്ധതിക്ക് ഊന്നൽ നൽകുന്ന യുവശക്തി ഡ്രിവൺ ബജറ്റ് കണ്ടോ. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് യുവശക്തി ഡ്രിവൺ ബജറ്റ്? അത് കൃത്യമായിട്ട് നോക്കുക. സങ്കല്പം യുവശക്തി ഡ്രിവൺ ബജറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. കർത്തവ്യ ഭവനിൽ തയ്യാറാക്കിയ ആദ്യ ബജറ്റാണ് 2026 കേന്ദ്ര ബജറ്റ്. ഓക്കെ അല്ലേ? കർത്തവ്യ ഭവനിൽ. എവിടെയാണ്? കർത്തവ്യ ഭവനിൽ തയ്യാറാക്കിയ ആദ്യ ബജറ്റ്. 3ാം മോദി സർക്കാരിന്റെ 3ാമത്തെ ബജറ്റ്. 3ാം മോദി സർക്കാരിന്റെ 3ാമത്തെ ബജറ്റാണിത്. ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 1 മണിക്കൂർ 23 മിനിറ്റ്. 1 മണിക്കൂർ 23 മിനിറ്റ് ആണ് ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ബയോഫാർമ ശക്തി കണ്ടോ. ബയോഫാർമ ശക്തി. അപ്പൊ ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? സ്ട്രാറ്റജി ഫോർ ഹെൽത്ത് കെയർ അഡ്വാൻസ്മെന്റ് ത്രൂ നോളജ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ കണ്ടോ. സ്ട്രാറ്റജി, ഹെൽത്ത്, അഡ്വാൻസ്മെന്റ്, നോളജ്, ടെക്നോളജി, ഇന്നവേഷൻ. ഇതാണ് എന്ത്? ശക്തി. എന്താണ്? ശക്തി. ഓക്കെ അല്ലേ? അപ്പം ബയോഫാർമ ശക്തി എന്താണ്? ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ബയോഫാർമ ശക്തി കൊണ്ടുവന്നിരിക്കുന്നത്. സെമി കണ്ടക്ടർ മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 ISM 2.0 കണ്ടോ. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0. IT മേഖലയിൽ സേഫ് ഹാർബർ. IT മേഖലയിൽ എന്താണ്? സേഫ് ഹാർബർ. ആനുകൂല്യം ലഭിക്കാനുള്ള പരിധി 300 കോടിയിൽ നിന്നും എത്രയാക്കി? 2000 കോടിയായിട്ട് എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. അപ്പൊ 2000 കോടി ഉണ്ടെങ്കിൽ IT മേഖലയിൽ എന്ത് ലഭിക്കുകയുള്ളൂ? ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഒഡീഷ, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അപൂർവ ധാതു ഖനന ഗവേഷണ ഇടനാഴികൾ സ്ഥാപിക്കും കണ്ടോ. റെയർ എർത്ത് കോറിഡോർസ് കണ്ടോ. റെയർ എർത്ത് കോറിഡോർസ് സ്ഥാപിക്കും. ഖാദി, കൈത്തറി, കരകൗശല മേഖലകളുടെ ഉന്നമനത്തിനായി മഹാത്മാഗാന്ധി ഗ്രാമ സ്വരാജ് സംരംഭം കണ്ടോ. എന്തിനാണ്? ഖാദി, കൈത്തറി, കരകൗശല മേഖലകളുടെ ഉന്നമനത്തിനായിട്ട് മഹാത്മാഗാന്ധി ഗ്രാമ സ്വരാജ് സംരംഭം.
ചെറുകിട സംരംഭകരെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദഗ്ധ സംഘത്തെ ഉൾപ്പെടുത്തി കോർപ്പറേറ്റ് മിത്ര, കണ്ടോ ശ്രദ്ധിക്കുക, ചെറുകിട സംരംഭകരെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദഗ്ധ സംഘത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേറ്റ് മിത്ര എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കും. അടുത്ത കിഴക്ക് ഡാങ്കുനി, എവിടെയാണ്? ഡാങ്കുനി മുതൽ പടിഞ്ഞാറ് സൂററ്റ് വരെ, കണ്ടോ പശ്ചിമ ബംഗാളിലെ ഡാങ്കുനി മുതൽ ഗുജറാത്തിലെ സൂററ്റ് വരെയുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ ചരക്കിടനാഴികൾ സജ്ജമാക്കും. കണ്ടോ പശ്ചിമ ബംഗാളിലെ ഡാങ്കുനി മുതൽ ഗുജറാത്തിലെ സൂററ്റ് വരെ, അല്ലെ, അതുവരെ ബന്ധിപ്പിച്ചുകൊണ്ട് ചരക്കിടനാഴികൾ സജ്ജമാക്കും. 7 അതിവേഗ റെയിൽ ഇടനാഴികൾ ആരംഭിക്കും. ഏതൊക്കെയാണ് 7 ഒന്ന് നോക്കാം. മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബാംഗ്ലൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബാംഗ്ലൂരു, ഡൽഹി വാരണാസി, വാരണാസി സിലിഗുരി. കണ്ടോ ഇതാണ് 7 അതിവേഗ റെയിൽ ഇടനാഴികൾ. ഏതൊക്കെയാണ്? മുംബൈ ടു പൂനെ, പൂനെ ടു ഹൈദരാബാദ്, ഹൈദരാബാദ് ടു ബാംഗ്ലൂർ, ഹൈദരാബാദ് ടു ചെന്നൈ, ചെന്നൈ ടു ബാംഗ്ലൂർ, ഡൽഹി ടു വാരണാസി, വാരണാസി ടു സിലിഗുരി. കണ്ടോ ഇതെല്ലാം അതിവേഗ റെയിൽ ഇടനാഴികളാണ്. എയിംസ് മാതൃകയിൽ 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കും. ആഗോള മെഡിക്കൽ ടൂറിസം ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ 5 റീജിയണൽ മെഡിക്കൽ ഹബ്ബുകൾ ആരംഭിക്കും. കണ്ടോ എത്ര എണ്ണമാണ്? 5 എണ്ണം. 5 റീജിയണൽ, അല്ലെ, റീജിയണൽ മെഡിക്കൽ ഹബ്ബുകൾ ആരംഭിക്കും. ഓക്കെ ആണല്ലോ. ഓറഞ്ച് സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി പകരുവാൻ ആനിമേഷൻ, വിഷ്വൽ ഇഫക്റ്റ്, ഗെയിമിംഗ്, കോമിക്സ്, ആനിമേഷൻ, വിഷ്വൽ എഫക്റ്റ്, ഗെയിമിംഗ്, കോമിക്സ് എന്നീ മേഖലകൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേക കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ ആരംഭിക്കും. കണ്ടോ വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ്? കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ ആരംഭിക്കും. നോയിഡയിലെ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു? അപ്ഗ്രേഡ് ചെയ്യുന്നു, ഉയർത്തുന്നു. നോക്കി, നോയിഡയിലെ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റിനെ എന്താക്കി? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു? അപ്ഗ്രേഡ് ചെയ്യുന്നു. ദേശീയ സാംസ്കാരിക ആത്മീയ പൈതൃക കേന്ദ്രങ്ങളുടെ ഡിജിറ്റൽ വിവരശേഖരണത്തിനായി നാഷണൽ ഡെസ്റ്റിനേഷൻ ഡിജിറ്റൽ നോളജ് ഗ്രിഡ് സ്ഥാപിക്കും. എന്താണ്? നാഷണൽ ഡെസ്റ്റിനേഷൻ ഡിജിറ്റൽ നോളജ് ഗ്രിഡ്. ഓക്കെ ആണല്ലോ. അടുത്ത കായിക ഭാരതത്തിന്റെ ഭാവി, അല്ലെ, മാറ്റിമറിക്കാൻ അടുത്ത ദശകത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബൃഹത്തായ ഖേലോ ഇന്ത്യ മിഷൻ. ഏതാണ്? ഖേലോ ഇന്ത്യ മിഷൻ എന്ത് ചെയ്യുന്നു? ആരംഭിക്കുന്നു. ഗവൺമെന്റ് അഗ്രിസ്റ്റാക്ക് പോർട്ടലുകളെയും ICARന്റെ ശാസ്ത്രീയ കൃഷിരീതികളെയും നിർമ്മിത ബുദ്ധി AI സംവിധാനങ്ങളുമായിട്ട് സംയോജിപ്പിക്കുന്ന ബഹുഭാഷ AI ടൂൾ ഭാരത് വിസ്താർ. കണ്ടോ ബഹുഭാഷ AI ടൂൾ എന്താണ്? ഭാരത് വിസ്താർ. വിസ്താർ എന്താണ്? വെർച്വലി ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചറൽ റിസോഴ്സസ്. അതാണ് വിസ്താർ. കണ്ടോ വെർച്വലി ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചറൽ റിസോഴ്സസ്, വിസ്താർ. ഈ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കുക, കാര്യം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണിത്. ഭിന്നശേഷിക്കാരുടെ തൊഴിൽ നൈപുണ്യ വികസനത്തിനായി ദിവ്യാംഗജൻ കൗശൽ യോജന. കണ്ടോ ഭിന്നശേഷിക്കാർക്ക്, അല്ലെ, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൈപുണ്യ വികസനത്തിനായിട്ടാണ് എന്ത്? ദിവ്യാംഗജൻ കൗശൽ യോജന. ദിവ്യാംഗജൻ കൗശൽ യോജന. അസിസ്റ്റീവ് ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി ദിവ്യാംഗ് സഹാര യോജന. കണ്ടോ അപ്പം ഭിന്നശേഷിക്കാർക്ക് അസിസ്റ്റന്റ് ഉപകരണങ്ങൾ ലഭിക്കുന്നതിനായിട്ട് എന്താണ്? ദിവ്യാംഗ് സഹാര യോജന പദ്ധതികളും ആരംഭിക്കും. 2025 പുതിയ ആദായ നികുതി നിയമം എന്നാണ് നിലവിൽ വരുന്നത്? 2026 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരും. വിദേശ ടൂർ പാക്കേജുകളുടെ TCS, ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്, അത് നിലവിലെ 5% മുതൽ 20% വരെ ആയിരുന്നു, അല്ലെ? അത് എത്ര ശതമാനമായിട്ട് കുറച്ചു?
2% കുറച്ചിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ വിദേശ ടൂറിന്റെ TCS നിരക്ക് എത്ര ശതമാനമാക്കി? 2% കുറച്ചിരിക്കുന്നു. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് VGF പ്രയോജനപ്പെടുത്തി എല്ലാ ജില്ലകളിലും ഗേൾസ് ഹോസ്റ്റൽ ആരംഭിക്കും. ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഷീ മാർട്ട് എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് എന്റർപ്രണേഴ്സ് മാർട്ട്. കണ്ടോ? സെൽഫ് ഹെൽപ്പ് എന്റർപ്രണർ അതാണ് ഷീ മാർട്ട്, സെൽഫ് ഹെൽപ്പ് എന്റർപ്രണർ മാർട്സ്. ഓക്കെ ആണല്ലോ. ഒഡീഷ, കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ കടലാമ പ്രജനന കേന്ദ്രങ്ങളെ കോർത്തിണക്കി പ്രത്യേക വിനോദസഞ്ചാര പാതകൾ ഒരുക്കും. കണ്ടോ? കടലാമ പ്രജനന കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വിനോദസഞ്ചാര പാതകൾ ഒരുക്കും. കേരളത്തിന് അതേ കിട്ടിയുള്ളൂ കേട്ടോ, വേറൊന്നുമില്ലേ. അരുണാചൽ പ്രദേശ്, സിക്കിം, അസം, മണിപ്പൂർ, മിസോറാം, ത്രിപുര സംസ്ഥാനങ്ങളിലെ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ബുദ്ധ സർക്യൂട്ട് വികസിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ബുദ്ധ സർക്യൂട്ട്. അപ്പോൾ 2026 കേന്ദ്ര ബജറ്റ് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്ലാസ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഇത് നിങ്ങൾക്ക് മാക്സിമം ഗുണം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മാസ്റ്റർ കീ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും മികച്ച വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. കാണുന്നിടം വരെ ബൈ.